നമ്മുടെ കർത്താവും രക്ഷകനുമായ മശിഹയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഒരു അപ്രിയ സത്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നത്, പക്ഷേ ഇത് വിശുദ്ധ വേദപുസ്തകത്തിലെ യാഥാർത്ഥ്യമാണ്. ഈ ഒരു സന്ദേശം കൊണ്ട് എൻ്റെ സ്നേഹിതന്മാരിൽ കുറേ പേരെങ്കിലും എന്നോട് പിണങ്ങും, അല്ലെങ്കിൽ എന്നോട് വിരോധം ഉണ്ടാകും. എന്നതുകൊണ്ട് ഞാൻ വിരോധത്തിന് വേണ്ടിയല്ല, യാഥാർത്ഥ്യം പറയാൻ ദൈവം നമ്മെ വിളിച്ചതുകൊണ്ട് സംസാരിക്കുക. നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിച്ചു എന്ന് യാഥാർത്ഥ്യം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ വെളിപ്പാട് പ്രാപിച്ച ധാരാളം ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായി വരുന്നു എന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരു സമയത്ത് നമ്മളെ എതിർത്ത ആളുകൾ പോലും ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. അപ്പം ന്യൂ കവനന്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക പദ്ധതി നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ടാണ് ഈ എസ്കറ്റോളജി പഠിക്കേണ്ടതായി വന്നത്. പുതുനിയമം നിലവിലുള്ള ഈ സമയത്ത് ശാപം ഉണ്ടോ എന്നാണൊരു ചോദ്യം. അപ്പം ന്യൂ കവനന്റിനകത്ത് ശാപമില്ല, കാരണം പുതിയ ആകാശ പുതിയ ഭൂമിയിൽ ശാപമില്ല. വെളിപ്പാട് പുസ്തകം 22:3 ഇനി ഒരു ശാപവും ഉണ്ടാകുകയില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുന്നു. ഈ വിഷയം പൊതുവായിട്ട് പഠിപ്പിക്കുന്നത് നമ്മൾ പുതിയ ആകാശം പുതിയ ഭൂമിയിലെത്തും എന്നാണ് ഫ്യൂച്ചറിസ്റ്റിക് വാദം. കാരണം പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീതെയുള്ള ആകാശം കത്തിപ്പോവും, നമ്മളിരിക്കുന്ന ഭൂമിയൊക്കെ കത്തിപ്പോവും. ഇപ്പം ഞാൻ ഇന്ന് പുനലൂരിൽ നിന്നാണിത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പുതിയ ആകാശം പുതിയ ഭൂമി പുനലൂരും കേരളം അല്ലെ ഇന്ത്യ ഒന്നും കാണത്തില്ല. പിന്നെ സമുദ്രം ഇല്ലാത്തതുകൊണ്ട് മൊത്തം ഗ്ലോബ് മൊത്തം ഇങ്ങനെ കരയായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പറയുന്നത് സാധാരണക്കാരൊന്നും അല്ല കേട്ടോ, ഇത് പറയുന്നതൊക്കെ വലിയ ആളുകൾ. അപ്പം ഈ ശാപമില്ല. അപ്പം അതിന് കൃത്യമായ നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ പുതിയ നിയമമാണ്. പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ, കരിഞ്ഞുപോയി എന്നല്ല എഴുതിയേക്കുന്നത്, ഒഴിഞ്ഞുപോയി, സ്പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ അത് നീക്കം വന്നു എന്നാണ്. പഴയതും ജീർണിച്ചതുമായത് നീങ്ങുവാൻ സമയമെടുത്തിരിക്കുന്നു എന്ന് എബ്രായർ 8:13 നമുക്ക് വായിക്കാനായിട്ട് പറ്റും. സോ അത് നീങ്ങിപ്പോയി. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ വചനത്തിന്റെ വള്ളിയോ പുള്ളി നീങ്ങിപ്പോത്തന്നെ യേശു പറഞ്ഞു, അത് ഒഴിഞ്ഞുപോയി. അതേതാണ് ഈ ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1:1 വാക്യമാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. ദൈവം ആകാശത്തെയും ഭൂമിയെയും ബാറ മീൻസ് ഫോം ചെയ്തു, അല്ലെങ്കിൽ ഫാഷൻ ചെയ്തു, അല്ലെങ്കിൽ ദൈവം അതിനെ ട്രാൻസ്ഫോം ചെയ്തു എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഇറ്റ്സ് നോട്ട് എ ക്രിയേഷൻ. I believe that God is the creator of this entire universe. It's true. But in the book of Genesis chapter 1, it's not the physical creation of the universe. It's all about the creation of new covenant. അല്ലെങ്കിൽ the covenant. The covenant ആണത്, ഉടമ്പടിയാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ ആ ആകാശവും ഭൂമിയാണ് ഒഴിഞ്ഞ ആ ഓൾഡ് കവനന്റ് ആണ് നീ. ഓൾഡ് കവനന്റ് ഇസ് നോട്ട് സ്റ്റാർട്ടഡ് ഫ്രം മോസസ്, സ്റ്റാർട്ടഡ് ഫ്രം ആദം. ആദമിൽ ആരംഭിച്ചു. ഓരോ ആളുകൾ ഉടമ്പടി ഉണ്ടായിരുന്നു. നോഹയുടെ കാലത്ത് അത് വീണ്ടും ദൈവം അമെൻഡ് ചെയ്തു. അബ്രഹാമിൻ്റെ കാലത്ത് വീണ്ടും അമെൻഡ് ചെയ്തു. മോശയുടെ കാലത്ത് അതിൻ്റെ ഫുൾനെസ്സിൽ അത് വെളിപ്പെട്ടു. അത് റിട്ടേൺ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അതുവരെ റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടില്ല, പിന്നെ അത് റിട്ടേൺ ആയി മോശയുടെ പക്കൽ ഏൽപ്പിക്കുന്നുണ്ട്. സോ ദാറ്റ് കവനന്റ് ആണ് ഓൾഡ് കവനന്റ്. ദാറ്റ് ഈസ് ദ ഓൾഡ് ഹെവൻ ആൻഡ് ഓൾഡ് എർത്ത്. അതാണ് പഴയ ആകാശം പഴയ ഭൂമി. അപ്പോൾ ആകാശം ഭൂമി ഒഴിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ഉടനെ അക്ഷരീയമാണെന്ന് പറയുന്നത് മഹാമണ്ഡത്തരമാണ്. ഇത് പറയുന്നതിന് കാരണം ഈ ക്രിസ്ത്യാനിത്വത്തിൽ അസത്യങ്ങൾ ധാരാളമായിട്ട് പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. അത് അസത്യമല്ലത്, അറിവില്ലായ്മയാണ്. അപ്പം അറിവ് ഇല്ലായ്മ കൊണ്ട് ഇത് ഒത്തിരി അസത്യങ്ങൾ നമ്മുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ഈ ആകാശവും ഭൂമിയും. അത് നീങ്ങിപ്പോയി. പുതിയ ആകാശം പുതിയ ഭൂമിക്കകത്ത് എന്തില്ല? ശാപമില്ല. പുതിയ ആകാശത്തിൽ സാത്താനില്ല. ന്യൂ കവനന്റിൽ there is no Satan in ന്യൂ കവനന്റ്. പക്ഷെ നമ്മുടെ പള്ളിക്കകത്ത് ഇഷ്ടംപോലെ സാത്താനുണ്ട്. കാരണം ദാറ്റ് മീൻസ് നമ്മുടെ ചർച്ച്, ഐ വോണ്ട് ടു ടെൽ യു ഓപ്പൺലി, ഐ എം നോട്ട് ക്രിറ്റിസൈസിങ്, ഐ എം എ പെന്റക്കോസ്റ്റൽ ബിലീവർ. ഞാൻ എല്ലാവരും എന്നെ അങ്ങനെ തന്നെ പറഞ്ഞേക്കും. ഞാൻ മാർത്തോമയിൽ നിന്ന് വെളിയിൽ വന്നിപ്പം പെന്തക്കോസ് ആണെന്ന് ചോദിച്ചാൽ ആ കൂട്ടത്തിൽ തന്നെ നമ്മളെ കൂടെ പറയുന്നത്. ബട്ട് ഐ വോണ്ട് ടു ടെൽ യു, ടുഡേസ് പെന്റക്കോസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്. ഇത് ഓൾഡ് കവൻ ചർച്ച്. നമ്മൾ അപ്പോസ്തലിയ അതൊക്കെ പറഞ്ഞു ചുമ്മാ ജനത്തെ കളിപ്പിക്കാൻ പറയുന്നത്. കത്തോലിക്കരെയും യാക്കോബക്കാരെയും CSAക്കാരെയൊക്കെ കബളിപ്പിച്ച് അവിടുന്ന് ആളുകളെ നമുക്ക് കുറേ പേര് അടിച്ചു മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു അജണ്ടയാണ് നമ്മളങ്ങ് അപ്പോസ്തലിക. ഒരു അപ്പോസ്തലിക ഇതിനകത്തില്ല. ഇത് അപ്പോസ്തലിക ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഒന്നും ഈ ഉപദേശം ഇതല്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ര മനസ്സിലാക്കണം.
ഇത് ഓൾഡ് കവനന്റിന്റെ ഒരു മിനിച്ചറാണ്. അതായത് AD 70 അവസാനിച്ചു പോയ പഴയ നിയമത്തിന്റെ തട്ടിക്കൂട്ട് പരിപാടികളാണ് നമ്മുടെ ഇടയിലെ പ്രസംഗങ്ങളും ഉപദേശങ്ങളും എന്നുള്ളത് മറക്കരുത്. സാൽവേഷൻ മുതൽ എറ്റേണിറ്റി വരെ, നിത്യത വരെയുള്ള സംഭവങ്ങൾ തട്ടിക്കൂട്ടാണ്. ഇറ്റ്സ് നോട്ട് റിയാലിറ്റി. ഐ എം ടെല്ലിങ് ദ ട്രൂത്ത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം സത്യം ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ തന്നെ ആളിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നറിയാം. കാരണം നിങ്ങൾക്ക് സഹിക്കത്തില്ല. ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ട്രൂത്താണ്. ട്രൂത്ത് വിൽ നെവർ ഡൈജസ്റ്റ്. അത് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കത്തില്ല. ക്ഷമിക്കണം. കാരണം പറയാം, ഈച്ച് ആൻഡ് എവറി ചർച്ച് സ്പീക്കിംഗ് ഓൾഡ് കവനന്റ്, സാത്താൻ, പിശാച്, ബന്ധനം, പോരാട്ടം, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാപം, ശപിക്കപ്പെട്ടവർ, പാസ്റ്റർമാർ ശപിക്കുന്നതായിട്ടുണ്ട്. ദശാംശം കൊടുക്കാത്തവർ ശപിക്കപ്പെട്ടവർ. ദശാംശം കൊടുക്കുന്നതാണ് ശാപം. അറിയാമോ? നിങ്ങൾ ഒരു ടൈപ്പ് പേ ചെയ്യുന്ന ആളാണോ, യു ആർ അണ്ടർ കഴ്സ് ബിക്കോസ് യു ആർ ഡൂയിങ് ദ ഓൾഡ് കവനന്റ്. ന്യായപ്രമാണത്തിന്റെ പ്രശ്നം എന്നറിയും, അത് ചെയ്യുന്നവൻ അതിനായി ജീവിക്കും, ചെയ്യാത്തവൻ ശപിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പ്രോബ്ലം ഒരെണ്ണം മാത്രം അനുസരിച്ചാൽ പറ്റത്തില്ല, എല്ലാം അനുസരിക്കും. മാസ്റ്റർ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാസ്റ്റർ ഡിഗ്രി ഇപ്പം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കേരള യൂണിവേഴ്സിറ്റി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 4 പേപ്പറാണ് നമുക്കത് ചെയ്യാനുള്ളത്. അപ്പം ആ സമയത്ത് എനിക്ക് കൺവെൻഷൻ എന്തോ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയം കൺവെൻഷനൊക്കെ പോയി പിന്നെ എക്സാം എഴുതാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഒരെണ്ണം, ബാക്കി 3 ഞാൻ എഴുതി, ഒരെണ്ണം എഴുതാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം ഞാൻ 2 വർഷത്തെ ഒരുമിച്ച് എഴുതി. അതായത് 8 പേപ്പർ ഒരുമിച്ച് എഴുതേണ്ടി വന്നു. ഇതിനെ നമുക്ക് ഓൺ സിറ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനന്നേരം അപ്പോൾ അവിടെ അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഒരെണ്ണത്തിൽ പോയാൽ എല്ലാം പോയെന്ന്. വീണ്ടും ആദ്യം പോലെ ഫസ്റ്റ് ഇയർ മൊത്തം എഴുതേണ്ടി വരും. ഇതുപോലെയാണ് ന്യായപ്രമാണം. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ എല്ലാം പോയത്. അപ്പോൾ നിങ്ങൾ ടാക്സ് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പം ഓൾഡ് ഗവൺമെന്റ് അനുസരിച്ച് ടൈത്ത് പേ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ യു ആർ നോട്ട് എ ന്യൂ ടെസ്റ്റമെന്റ് ബിലീവർ, യു ആർ എൻ ഓൾഡ് ഗവൺമെന്റ് ബിലീവർ. വിഷമം ഉണ്ടാക്കല്ലേ പാസ്റ്റർമാർക്ക്, എന്നോട് പിണങ്ങരുത്. നിങ്ങൾ ടൈത്ത് പിരിക്കുന്ന പാസ്റ്റർ ആണെങ്കിൽ യു ആർ എ കഴ്സ്. യു ആർ നോട്ട് എ ട്രൂ മാൻ ഓഫ് ഗോഡ്. യു ആർ നോട്ട് എ ട്രൂ മാൻ ഓഫ് ഗോഡ് ബിക്കോസ് യു ആർ ചീറ്റിംഗ് പീപ്പിൾ. ദർ ഇസ് നോ ടൈത്ത് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. ഓക്കെ. അതുപോലെ ശാപം, ഈ ശാപം മുറിക്കുക എന്ന് പറയുന്ന ഒരു കാര്യപരിപാടി നമ്മുടെ ഇടയിൽ ഗംഭീരമായിട്ട് നടക്കാറുണ്ട്. ഈ ഇടയ്ക്കും ഞാൻ കുറേ പോസ്റ്റർ കണ്ടായിരുന്നു, കഴ്സ് ബ്രേക്കിംഗ് മിനിസ്ട്രി. വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റിനിൽ മെർലിൻ ഹിക്കി എന്ന് പറഞ്ഞൊരു ദൈവദാസി വന്നപ്പോൾ ഞാനും ഞാനും അവിടെ ഉണ്ടായിരുന്നു. ദൈവകൃപയാൽ എന്നെ അവിടെ കൊണ്ടുപോയ ആ ചർച്ചിലെ ദൈവദാസനാണ് ശ്രേഷ്ഠയായ വലിയൊരു ദൈവദാസിയാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന മെർലിൻ ഹിക്കി. ജനറേഷണൽ കേഴ്സ് എന്ന് പറയുന്നൊരു പുസ്തകം എനിക്ക് അന്ന് തന്നായിരുന്നു. അവരാണ് ഈ ജനറേഷണൽ കേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ. ഇത് ഡെറിക് പ്രിൻസും ഇതൊക്കെ ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സ് എന്നൊക്കെ പറഞ്ഞ സാധനം എഴുതിയിട്ടുണ്ട്. ഇവർ ലോകം മൊത്തം ഇത് പ്രകടിപ്പിക്കാറുണ്ട്. പിൽക്കാലത്ത് ഒരുപാട് പേര് ഈ കേഴ്സ് ബ്രേക്കിങ്ങിൻ്റെ ആളുകളായിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ ആളുകൾ, ലോകപ്രസിദ്ധരായ ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ ഉടനെ ആൾക്കത് അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ പറയുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ജോൺ പുല്ലൂരുകാരൻ ജോൺ ലോറൻസ് എങ്ങനെ പറഞ്ഞാൽ എന്താ കാര്യം. ഇപ്പം ഞാൻ ചില സമയത്ത് ചില പ്രസ്താവനകൾ വലിയ ഏതെങ്കിലും ജെയിംസ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ പറയുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അപ്പം മലഹിക്ക് ജനറൽ സെക്രട്ടറിൻ്റെ കാര്യം പുസ്തകം എൻ്റെ തന്നപ്പോൾ ഞാനിത് നോക്കിയിട്ട്, അന്ന് ഇത്രയും ഞാൻ ഈ ഏജ് ഇല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തിന് മുമ്പാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഇസ് ദർ എനി കേഴ്സ് ഇൻ ന്യൂ ക്രിയേഷൻ? മാതാമയ ഇന്ത്യക്കാരിങ്ങനെ ഒന്നാമത് എൻ്റെ ബ്രൗൺ, ഞാൻ ഈ കർമ്മൻ അല്ലെ, അവർ വെളുത്തിരിക്കുന്നു. എടാ, ഇന്ത്യക്കാർ ഒരു ചെറുക്കൈ അവരോട് ചോദിക്കുക, കേഴ്സ് ഇൻ ന്യൂ ക്രിയേഷൻ? യെസ് എന്ന് പറയാൻ പറ്റത്തില്ല, നോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറിച്ച് നോക്കുക, കണ്ണു വെച്ചിട്ട് എന്നെ തുറിച്ച് നോക്കിയിട്ട് എന്നോട് പറയാണ്, ദർ ഇസ് നോ കേഴ്സ് ഇൻ ന്യൂ ക്രിയേഷൻ. എന്നാണ് സ്തോത്രം. മതി. ഇഫ് ദർ ഈസ് എ പേഴ്സൺ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വരാനായവൻ പുതിയ സൃഷ്ടി, അതിൻ്റെ അർത്ഥം ദർ ഇസ് നോ കേഴ്സ്. സിമ്പിൾ. അപ്പോൾ എന്നിട്ട് ഇവർക്ക് മനസ്സിലായി ഈ ചോദ്യത്തിൻ്റെ തട്ടുകേട്. കാരണം ജനറേഷണൽ കേഴ്സ് എന്ന പുസ്തകം എൻ്റെ ഇരിക്കുക. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു, വി ആർ നോട്ട് യെറ്റ് കം ടു ദ സ്റ്റേജ് ഓഫ് ന്യൂ ക്രിയേഷൻ, വി ആർ ഇൻ പ്രോസസ്. ഏത് വാക്യമൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഇതുവരെയും ആ ന്യൂ ക്രിയേഷൻ്റെ സ്റ്റേജിൽ എത്തിയിട്ടില്ല. നമ്മൾ ഓൺ പ്രോസസ്സിലാണ്. അത് കർത്താവ് വന്നാൽ മാത്രമേ സാധ്യം. ശരി, ഞാൻ പറഞ്ഞ കർത്താവ് വന്നാലേ സാധ്യമാകത്തുള്ളൂ. ശരിയാ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലാണ് ന്യൂ ക്രിയേഷൻ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന സംഭവത്തെക്കുറിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആളുകൾ ആരും എന്തല്ല, പുതിയ സൃഷ്ടിയല്ല, എല്ലാവരും പഴയതാണ്. ഇപ്പം നമ്മുടെ അച്ചാച്ചന്മാർ പറയണോ, നമ്മൾ പഴയതാണ്, നമ്മുടെ ബോഡി ശരീരമൊക്കെ കുഴപ്പമില്ല. ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരമാണ് ഈ പാപം. പാപശരീരം എന്നൊരു വാക്യമുണ്ട്, കേട്ടിട്ടുണ്ടോ? പാപശരീരത്തിന് നീക്കം വരുത്തേണ്ടതില്ല. ഏതോ ഈ പാപശരീരം? ഇറ്റ്സ് നോട്ട് ഫ്ലാഷ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്.
നമ്മുടെ ഈ ശരീരമൊന്നുമല്ല, നമ്മുടെ ശരീരമല്ല. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് അവർ ഫ്ലഷ്, ഈ ബോൺ ആൻഡ് ബ്ലഡ് ആൻഡ് ഫ്ലഷ് ഉള്ള നമ്മുടെ നാച്ചുറൽ ബോഡി അല്ലത്. ബോഡി ഓഫ് സിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾഡ് കവനന്റ് ബോഡി. അത് മനസ്സിലാക്കും. ഇറ്റ്സ് നോട്ട് ദ ന്യൂ കവനന്റ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പം ശാപമുണ്ടോ എന്ന് ചോദിക്കുക. പാപം ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ദർ ഇസ് നോ ഒറിജിനൽ സിൻ, ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത്. അത് കത്തോലിക്ക സഭ പടച്ചുണ്ടാക്കിയ ഏറ്റവും വലിയ ദുരുപദേശമാണ്. അത് തന്നെയാണ് നമ്മുടെ പെന്തിക്കോസുകാർ വിഴുങ്ങിയേക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞ കാതലിക്കുന്ന വെളി മാത്രമേ വന്നിട്ടുള്ളൂ പ്രൊട്ടസ്റ്റ് ചെയ്ത്. പക്ഷെ നമ്മുടെ അകത്തുള്ള ഡോക്ടറിനെല്ലാം ഇതൊക്കെ തന്നെയാണ്. ഹെൽ എന്ന് പറഞ്ഞ ഡോക്ടർ ആരാ ഉണ്ട്? ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ, ഇറ്റ്സ് കാതലിക് ആണ് ഉണ്ട്. അത് തന്നെയാണ് പെന്തക്കോസുകാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ സിൻ അതാണ്. നമ്മുടെ ആളുകൾ പറഞ്ഞു ബ്ലഡിൽ നിന്ന് ഇങ്ങനെ കൈമാറുമെന്ന്. ബ്ലഡിൽ നിന്ന് ഇതെന്തോ സിൻ എന്ന് പറയുന്നത് ബ്ലഡിലൂടെ കൈമാറുന്നതാണ്. അതുകൊണ്ട് ഏക മനുഷ്യനായ പാപം, പാപത്താൽ മരണം ലോകത്ത് കിടന്ന് ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ, ഇത് ആദമിനെ പോലെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യനും കടന്നിരിക്കും. പാപം ചെയ്തുകൊണ്ടാണ് മരിച്ചു പോയത്, അല്ലാതെ ആദം പാപം ചെയ്തുകൊണ്ടല്ല. ദാറ്റ് മീൻസ് ആദം ഓപ്പൺ ദ വേ ടു ഡു സിൻ. അതായത് വഴി ചെയ്യണം, പാപം ചെയ്യാനുള്ള ഒരു വഴി എന്ത് ചെയ്തു? ആദം തുറന്നിട്ടു, മരണത്തിലേക്കുള്ള വഴി. യേശു ക്രിസ്തു ജീവനിലേക്കുള്ള വഴി തുറന്നിട്ടുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ജനറേഷണൽ കേഴ്സ് ഉണ്ടോ? ഈ കേഴ്സ് ബ്രേക്കിംഗ് റിയാലിറ്റിയാണ്. അതാണ് ചോദ്യത്തിന് മറുപടി തരാൻ ആഗ്രഹിക്കും. ഞാൻ അതിനെ ആധാരമായിട്ട് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് കേഴ്സ് എന്ന് പറയുന്ന പദം കർത്താവ് ഉപയോഗിച്ചത് പാമ്പിനെ ശപിച്ചു, ഭൂമിയെ ശപിച്ചു. പക്ഷെ ദൈവം ആദമിനെ ഹവ്വയെയും ശപിച്ചിട്ടില്ല. നമ്മുടെ എല്ലാ കേഴ്സ് ബ്രേക്കിംഗ് അച്ചച്ചന്മാരും പോകുന്നത് ആദം ശപിക്കപ്പെട്ടു, വേദനയോടെ മക്കളെ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഓൾഡ് എസ്പെഷ്യലി ജെനസിസ് ചാപ്റ്റർ 1 and 2 and 3, അത് എസ്പെഷ്യലി 11-ാം അധ്യായം വരെയൊക്കെയുള്ള വിഷയങ്ങൾ, ഇറ്റ് ഇസ് അബൌട്ട് ദ എസ്കറ്റോളജി. നിങ്ങൾ മറക്കരുത്, ഉൽപ്പത്തി 1, 2, 3, 4 ഇതെല്ലാം അവസാനത്തെ സൂചിപ്പിക്കുന്ന നറേഷനാണ്, തുടക്കമാണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഐസയ ചാപ്റ്റർ 46:10 പറയുന്നത് ആദിയിൽ തന്നെ അവസാനവും, പൂർവ്വകാലത്ത് തന്നെ വരുവാനുള്ളതും പ്രസ്താവം എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ തുടങ്ങിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് അവസാനിപ്പിക്കല്ല, തുടക്കത്തിൽ തന്നെ ഒടുക്കമുണ്ട്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1, 2, 3, 4 അധ്യായം നന്നായിട്ട് പഠിച്ചാൽ വെളിപ്പാട് ദിവസം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ആരംഭമാണ് അതെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ അവസാനവും അതിൽ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നീ വേദനയോടെ മക്കളെ പ്രസവിക്കൂ എന്ന് പറയുന്നത് ശാപമാണെന്ന് പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ആ ശാപം മാറ്റാൻ ഇപ്പം ആളുകൾ അനസ്തേഷ്യ കൊടുത്ത് മരുന്ന് കൊടുക്കും. ദൈവത്തിന്റെ ശാപത്തെ പൊട്ടിക്കാനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടാ എന്ന് നമ്മുടെ ആധുനിക ശാസ്ത്രം വിളിച്ചു പറയും. അങ്ങനെ അല്ല പ്രിയപ്പെട്ടവർ. ദാറ്റ്സ് നോട്ട് എ കഴ്സ്. അവർ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണത്, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ആണ്. ആദമിന്റെ അവിടെ ഹൗവ നീ വേദനയോടെ മക്കളെ പ്രസവിക്കുന്നു പറഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് റെവലേഷൻ ചാപ്റ്റർ 12. നിങ്ങൾ ഇത് കേട്ടിട്ട് ഇവൻ പൊട്ടത്തരം പറഞ്ഞ് പറയുന്നത് ദയവ് ചെയ്ത് പറയുന്നത്. നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ എനിക്കുണ്ട്, വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. പറയുന്നത് എന്താണെന്ന് നല്ല ബോധമുണ്ട്. വേദനയുടെ മക്കളെ പ്രസവിക്കുക എന്ന് പറയുന്ന ഹൗവയുടെ കൊടുത്തിരിക്കുന്ന ആ ഒരു കാര്യം ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് റെവലേഷൻ ചാപ്റ്റർ 12 ആണ്. ആ സ്ത്രീ വേദനയോടൊരു മകനെ ജനിപ്പിച്ചു. ഇറ്റ് ഈസ് ദ പെയിൻ. ഈറ്റുനോവ് അത് മറ്റൊരു സബ്ജക്റ്റാണ്, ഞാൻ അതിലേക്ക് പിന്നെ പൊക്കോളാം. പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ ശാപം മനുഷ്യർക്ക് കൊടുത്തിട്ടില്ല. ദൈവം ശപിച്ചത് പാമ്പിനെ ശപിച്ചു, ഭൂമിയെ ശപിച്ചു. 4-ാമത്തെ അധ്യായത്തിൽ കായനെ ശപിച്ചു. നീ ശാപഗ്രസ്തനായി ഈ ഭൂമി വിട്ടു പോകേണ്ടി വരും, ഉഴലുന്നവനാകും. അതായത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ഗ്രൗണ്ട്. യു വിൽ ബി ഔട്ട് ഓഫ് ദിസ് ഗ്രൗണ്ട്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, നീ ശാപഗ്രസ്തനായി ഭൂമി വിടണം, ഈ ലാൻഡ് വിടണം. കാരണം ഏദൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏദൻ, ദ ഗാർഡൻ ഓഫ് ഏദൻ ഈസ് എ ടെമ്പിൾ. ഗോഡ് ഈസ് ഇൻ ദ ഗാർഡൻ, ഗോഡ് ഈസ് ഇൻ ഏദൻ, ദ ഗാർഡൻ ഈസ് ദെയർ. മനുഷ്യൻ ആ ഗാർഡനിലുണ്ട്. ദൈവമായ ഏദൻ എന്ന് പറയുന്ന ആ പാരഡൈസ്, ഗോഡ് ഈസ് ഇൻ ദ പാരഡൈസ്, ദ മോസ്റ്റ് ഹോളി പ്ലേസ് ആൻഡ് ഔട്ടർ ലാൻഡ്, അല്ലെങ്കിൽ ഔട്ടർ കോട്ട്. ഈ ഔട്ടർ കോട്ട് എന്ന് പറയുന്നത് ഫ്രം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി വരെയുള്ള വലിയ ലാൻഡാണ്. ഇറ്റ്സ് പ്രോമിസ് ലാൻഡ്. ദൈവം കായനെ ദൈവത്തിന്റെ ടെറിട്ടറിയിൽ നിന്ന് ഔട്ടാക്കി. അതുകൊണ്ട് അവൻ നോ മാൻസ് ലാൻഡിലേക്ക്, അതുകൊണ്ട് അവൻ നോത് ദേശത്ത് എന്ന് പറഞ്ഞതായിരിക്കും. നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞത് അത് ആരുടെയും അല്ലാത്ത ഭൂമി, ഔട്ടർ ഡാർക്ക്നെസ് എന്ന് പറയും. അതിലേക്ക് അവനെ പറഞ്ഞു വിടുക. ദാറ്റ് ഈസ് കഴ്സ്.
മറക്കരുത്. നോമാൻസ് ലാൻഡിലേക്ക് അവനെ പറഞ്ഞു വിടും. അപ്പം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഔട്ട് ആകുന്നതിന്റെ പേരാണ് ശബ്ദം. ദർ ആർ 2 വേഴ്സസ് മെയിൻലി. ഹീബ്രുവിൽ പല വാക്കുകളുണ്ട് കേട്ടോ. മെയിൻലി 2 വാക്കുകളാണ് ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ 1 അറാർ, നമ്പർ 2 ഖലാൽ. അറാർ ആൻഡ് ഖലാൽ എന്ന വാക്കിന്റെ റിയൽ മീനിങ് എന്ന് പറയുന്നത് ഗോഡ്സ് ഫേവറിൽ നിന്നും, ഗോഡ്സ് പ്രൊട്ടക്ഷനിൽ നിന്നും, ഗോഡ്സ് ഇൻഹെറിറ്റൻസിൽ നിന്നും ഒരാൾ ഔട്ട് ആകുന്നതിന്റെ പേരാണ് കഴ്സ്. അതാണ് അറാർ. അറാർ എന്ന് പറഞ്ഞാൽ ഈ അറാറാത്ത് പർവ്വതത്തിൽ നമുക്ക് വായിപ്പിച്ചു. അറാറാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചു. ന്യൂ കവനന്റാ കാണിക്കാറ്. അറാറാത്ത്. അറാറാത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കഴ്സ് റിവേഴ്സ്ഡ് എന്നാണ്. അറാർ എന്ന് പറഞ്ഞാൽ കഴ്സ് എന്നാ. അറാറാത്ത് മീൻസ് കഴ്സ് റിവേഴ്സ്ഡ്. ശാപത്തെ മറിച്ചു കളഞ്ഞ, മറിച്ചിട്ട സ്ഥലം. ദാറ്റ് മീൻസ് കഴ്സിന്റെ റിവേഴ്സ്. അപ്പം ബ്ലെസ്സിങ്സ്. ദാറ്റ് മീൻസ് ദ ന്യൂ കവനന്റ് ആർക്ക്, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് സീറ്റഡ് ഇൻ ദ ബ്ലെസ്സിങ്സ്. അനുഗ്രഹത്തിന് വേണം. ഇറ്റ്സ് നോട്ട് ഇൻ ദ കഴ്സ്. സോ ദ ന്യൂ കവനന്റില് ശാപമുണ്ടോ? ശാപമുറി അത് വിശുദ്ധ ബൈബിളിന്റെ പ്രമാണമാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാം. ഡെറിക് പ്രിൻസ് പറഞ്ഞാലും മെർലിഹിക്ക് പറഞ്ഞാലും ഇനി നമ്മുടെ ഇന്ത്യയിലുള്ള വിശ്വപ്രസിദ്ധന്മാരായ ദൈവദാസന്മാർ പറഞ്ഞാലും അവർക്ക് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും അവരെ പറയാനും കേൾക്കാനും ആളുണ്ട്, നിന്നെ കേൾക്കാൻ ആളില്ലെന്ന് പറഞ്ഞാലും ജനറേഷണൽ കേഴ്സ് എന്ന് പറയുന്ന ഒന്ന് ബൈബിളിൽ ഇല്ല. ജനറേഷണൽ കേഴ്സ് ഈ ആധുനിക ക്രൈസ്തവ സമൂഹം വെസ്റ്റേൺ തിയോളജിയിൽ വന്നുകൂടിയ മാരകമായ ഒരു തട്ടിപ്പാണ്. അത് ജനതയെ കബളിപ്പിക്കാനുള്ളത്. ഞാൻ 2 കാര്യം പറയാൻ. ദർ ഇസ് നോ ജനറേഷണൽ സിൻ, ദർ ഇസ് നോ ജനറേഷണൽ കേഴ്സ്. ഒറിജിൻ ഓഫ് സിന്നും ഇല്ല, ജനറേഷണൽ കേഴ്സും ഇല്ല. ശ്രദ്ധിക്കണം. ഒറിജിൻ ഓഫ് സിൻ എന്ന് പറയുന്നത് കാത്തോലിക്ക സഭ ഉണ്ടാക്കി വെച്ചേക്കുന്ന അവർക്ക് കാര്യം നേടാൻ വേണ്ടിയുള്ള അജണ്ടയാണ്. ഇറ്റ്സ് നോട്ട് ദ ബിബ്ലിക്കൽ ട്രൂത്ത്. മെർലിഹിക്ക് പറഞ്ഞാലും, ഞാൻ പറഞ്ഞു ഡെറിക് പ്രിൻസ് പറഞ്ഞാലും, ഈ സോ ആൻഡ് സോ പറഞ്ഞാലും, വി നീഡ് ടു ഗോ ടു ദ വേർഡ് ഓഫ് ഗോഡ്. വേർ ഈസ് ഇൻ ദ ബൈബിൾ. ഇത് ചിന്തിക്കാനുള്ള ബുദ്ധിയാണ് നമ്മുടെ ആൾക്ക് വേണ്ടത്. എനിക്ക് ഇന്നത്തെ ആധുനിക ലോകത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നുമല്ല. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IT പ്രൊഫഷണൽ, സയന്റിസ്റ്റുകൾ, എന്തോ വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്നറിയുമോ. നേഴ്സസ്, പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, so many business people. They are very brilliant people. They are just listening these all stupidity. You have curses. നിന്റെ കയ്യിൽ ഈ ബൈബിൾ തന്നിട്ടില്ല. ഈ ബൈബിള്, ഒരു ബൈബിൾ എടുത്തിട്ട് ഒന്ന് നോക്കാനുള്ള കൃപ പോലും, കഴിവ് പോലും ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഇങ്ങനെയാണോ എഞ്ചിനീയർ ആയത്? നിങ്ങൾ എഞ്ചിനീയറിംഗ് ബുക്ക് കാണാൻ പഠിച്ചു, എല്ലാം പഠിച്ചില്ലേ? നിങ്ങൾ എന്താ ബൈബിളിനെ സമീപിക്കുമ്പോൾ അത് ചെയ്യാത്തത്? ജസ്റ്റ് സെക്കൻഡ്, ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയാം. ഞാൻ ഈ വേദോസം മുഴുവൻ പഠിച്ച ആളൊന്നുമല്ല. ഞാൻ ഈ ബൈബിൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഏറെക്കുറെ ബൈബിൾ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളൊരു ധാരണ എനിക്കുണ്ട് കൃത്യമായിട്ട്. ഞാൻ ഇന്നും ബൈബിൾ പഠിക്കുന്ന ഒരാൾ. മിനിമം ഒരു 4 hours എങ്കിലും എല്ലാ ദിവസവും വൈകിട്ടും രാവിലെയായിട്ട് ഞാൻ ബൈബിൾ, ഇത് കർത്താവിന് സാക്ഷിയാണ്. ഇത് കർത്താവ് സാക്ഷിയാണ്. ഒരു മിനിമം ഒരു 4 hours ഞാൻ ബൈബിൾ പഠിക്കാറുണ്ട് സ്റ്റിൽ ടുഡേ. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട്, പുള്ളി ഏതോ ഒരു വിദേശത്തുള്ള ആളാണ്, മലയാളിയാണ്. പുള്ളി എന്നോട് ചോദിക്കുക, നിനക്ക് വീഡിയോയുടെ താഴെയല്ലാണ്ട് എനിക്ക് പ്രൈവറ്റായിട്ട് തന്നെ, നിങ്ങൾക്ക് ബൈബിൾ ഡിഗ്രി ഉണ്ടോ? മാന്യമായ ഒരു സെക്കുലർ വിദ്യാഭ്യാസം എനിക്കുണ്ട്. മാസ്റ്റേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനത് പഠിച്ചിട്ടുണ്ട്, കേരള യൂണിവേഴ്സിറ്റി. എന്തോ ദൈവത്തിൻ്റെ കൃപയെ ഞാനൊരു ബൈബിൾ സെമിനാരി പോയി പഠിക്കാതെ ദൈവം എന്നെ അനുവദിച്ചില്ല. ആ ഒരു അവസ്ഥയിലേക്ക് തമ്പുരാൻ എന്നെ കൃപയാൽ വിട്ടില്ല. അതൊരു അനുഗ്രഹം എന്ന് ചോദിച്ചാൽ അനുഗ്രഹം. ചിലർക്ക് അത് അനുഗ്രഹം. കാരണം ഒരു ഡിസിപ്ലിനായിട്ട് ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ബേസ് ബൈബിൾ സെമിനാരി കിട്ടും. പക്ഷെ ഇന്നത്തെ സെമിനാരി പോകാതിരിക്കുന്നത് നല്ലത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സെമിത്തേറിയ. കാരണം അവിടെ പഠിപ്പിക്കുന്നത് മുഴുവൻ ഈ വെസ്റ്റേൺ തിയോളജി, പൊട്ട തിയോളജിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് പഠിച്ചിറങ്ങി വരുന്നവന് തലയ്ക്ക് മാത്രമേ കാണാൻ കാണത്തുള്ളൂ, ഹൃദയത്തിന് കാണാൻ കാണത്തില്ല. ഒരു ഗൗരവം, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ ഉള്ളൂ. അല്ല അതിനകത്ത് 3 വർഷം ഞാൻ പറഞ്ഞു. ഈ BTH ഒരു 3 വർഷം പഠിക്കുമ്പോൾ എനിക്ക് 120 ക്രെഡിറ്റ് അവേഴ്സ് കണ്ടാൻ തോന്നുന്നു ഒരു അക്കാഡമിക് ഇയർ. ഈ BTH 3 വർഷം എന്തിനായി പഠിക്കുന്നത്? 3 മാസം കൊണ്ട് അവരുടെ ഈ മുഴുവൻ സബ്ജക്റ്റ് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെ, ഞാൻ അത്ര അങ്ങ് ചെറുതാക്കി പറയല്ല, റിയൽ ആണിത്. ഈ ബൈബിൾ സെമിനാരിയിലൊക്കെ ഇതേ പഠിപ്പിക്കാറ്. ഈ ബൈബിൾ സെമിനാരിയാണ് ഒരു ആയിരക്കണക്കിന് ദൈവദാസന്മാരെ ബൈബിളിൽ നിന്ന് അകറ്റിയത്.
ഐ എം ടെലിംഗ് ദ ട്രൂത്ത്. സത്യത്തെ മനസ്സിലാക്കാൻ പറ്റാതെ ജനത്തിന്റെ കണ്ണടച്ച ഈ ലോകത്തിന്റെ ദൈവമാണ് ഇന്നത്തെ സെമിനാരികൾ. ഞാൻ ആ പറഞ്ഞ പദം മനഃപൂർവ്വം പറഞ്ഞതാണ്. ലോകത്തിന്റെ ദൈവം എന്നുള്ളത് വേറെയാണ് അർത്ഥം. പക്ഷെ ഞാൻ ഇന്നത്തെ കോണ്ടക്സ്റ്റ് പറയുന്നത്, ദ ബൈബിൾ സെമിനാരീസ് ആർ ദ ഗോഡ് ഓഫ് ദിസ് മോഡേൺ ക്രിസ്ത്യൻ വേൾഡ്, to blind the people's eyes to see the reality of the Bible, the truth of the scriptures. That's a problem. അപ്പം ഞാൻ പറഞ്ഞിങ്ങോട്ട് വരിക. അപ്പൊ ഈ കേഴ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പഠിപ്പിച്ചതല്ല ഇവരുടെ അജണ്ടയുടെ ഭാഗം. ഒറിജിൻ ഓഫ് സിൻ, there is no such thing. അതുകൊണ്ട് ഏകമനുഷ്യ പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കും. വാട്ട് ഈസ് ദ മീനിങ്? പാപം ചെയ്യുകയാൽ. അല്ലാതെ അപ്പൂപ്പൻ പാപം ചെയ്തുകൊണ്ട് എല്ലാവരും മരിച്ചു എന്നല്ല. ഇത് പ്രോബ്ലം. ഞാൻ ആത്മീക മരണം എന്ന് പറഞ്ഞത് ദർ ഇസ് നോ സച്ച് തിങ് ഇൻ ദ ബൈബിൾ. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഐ എം റിപ്പൻഡിങ്, ഐ എം റെഫ്യൂട്ടിങ് മൈസെൽഫ്. ദർ ഇസ് നോ സച്ച് സ്പിരിച്വൽ ഡെത്ത്. മേ ബി നമുക്ക് വേണേൽ ആ പദം ഉപയോഗിക്കാന്നേ ഉള്ളൂ. ദർ ഇസ് നോ സ്പിരിച്വൽ ഡെത്ത്. ഞാൻ ജോൺ കാൽവിൻ്റെ ടീച്ചിങ്സ് കുറേ വർഷങ്ങൾ ഫോളോ ചെയ്ത ആളാണ്. ഞാൻ പഠിപ്പിച്ച അതിനകത്ത് കുറേ കാര്യം ഞാൻ എടുക്കാറുണ്ട്. ബട്ട് എല്ലാം എടുക്കാൻ പറ്റില്ല. ടോട്ടൽ ഡിപ്രൈവിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പഠനം. എല്ലാ മനുഷ്യൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയാത്ത നിലയിലേക്ക് ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ ടോട്ടലി കഴിവില്ലാത്ത ആളായിപ്പോയി, ഡെഡായിപ്പോയി എന്നുള്ളത്. ദർ ഇസ് നോ സച്ച് തിങ്. ആദം പാപം ചെയ്തു, ബട്ട് ഹി വാസ് കാസ്റ്റ് ഔട്ട് ഓഫ് ദറ്റ് ഗാർഡൻ, നോട്ട് ദ ലാൻഡ്. Still Adam and Eve and his children was in the land of God, the promised land. They were not out of the land. Cain was out of the land. That is curse. Okay? That's curse. Outer darkness, പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കള എന്ന് പറഞ്ഞാൽ they are in the stage of curse. There is no protection, no inheritance, no favor of God in that person. That is curse. Okay, ഞാൻ എന്താണ് ശാപം എന്നൊന്ന് മനസ്സിലാക്കിയ ശേഷം പോവാം. ജെറമിയാവിന്റെ പ്രവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. ജെറമിയ പ്രവചനം ഒരു ബൈബിൾ സ്റ്റഡി പോലെ എടുക്കുക. സമയം ഉണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. ബട്ട് കേൾക്കുന്നത് ഇറ്റ് ഇസ് വർത്ത് ടു ഹിയർ. ജെറമിയ ചാപ്റ്റർ 17 വേഴ്സ് 5. ദ വേഴ്സ് ഈസ് വെരി ഫെമിലിയർ ടു യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ല പരിചയം കാണും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. വല്ലാത്ത വാക്യല്ലേ? ആരാ ശപിക്കപ്പെട്ടവൻ? മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ. എത്ര മനുഷ്യൻ? 2 മനുഷ്യന്. മനുഷ്യനെ ആശ്രയിച്ചിട്ട് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇവിടെ ഈ കേഴ്സ് എന്ന വാക്ക് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡിന് അറാർ എന്ന് ഞാൻ പറഞ്ഞു. അറാറാണ് കേഴ്സ്, അറാർ. അതിൻ്റെ ഇവിടെ നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ കൊടുക്കേണ്ട ഒരു ഐഡിയ, അല്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഈസ് ദ പേഴ്സൺസ് ബീങ് വിത്തൗട്ട് പ്രൊട്ടക്ഷൻ. മനുഷ്യനെ തന്റെ ഭുജമാക്കിയിട്ട് മനുഷ്യനെ ആശ്രയിച്ചിട്ട് ജഡത്തെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ, യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ഈസ് അക്കേഴ്സ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, സെപ്പറേഷൻ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിൽ നിന്ന് ഔട്ടാകും. ആ മനുഷ്യൻ ആരാണ്? ശപിക്കപ്പെട്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മനുഷ്യനിൽ ആശ്രയിക്കുക എന്ന് കൊടുത്തിരിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ ഗവർ. ഇത് നിങ്ങൾ ഹീബ്രുവിൽ നോക്കിയാൽ ഗവർ, GAVEVAR, ഗവാർ എന്ന് പറയാം. അങ്ങനെ ആയിരിക്കും ഗവാർ. ഈ ഗവാർ എന്ന വേർഡിന്റെ അർത്ഥം മൈറ്റി മാൻ, ലീഡർ, ഗവൺമെന്റൽ, റിലീജിയസ് ഓർ ഫാമിലി ലീഡർ, ഒരു മതത്തിന്റെ ലീഡർ എന്നാണ്. അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു ആളായിട്ട് നിൽക്കുന്ന ആൾ, ഒരു മൈറ്റി മാൻ, കരുത്തുള്ള ഒരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ. ജീസസ് ക്രൈസ്റ്റ് യൂസ് ദ സെയിം വേർഡ് വെൻ ഹി പത്രോസിനോട് പറഞ്ഞില്ലേ, ഇന്ന് കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയും. അവിടെ ക്രൈസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന അറാമായിക്ക് വേർഡ് അല്ലെങ്കിൽ ഹീബ്രു വേർഡ് ഗവാർ എന്നാണ്.
അതിൻ്റെ അർത്ഥം മൈറ്റി മാൻ. പക്ഷെ ഗവാർ എന്ന വേർഡിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് റോസ്റ്റർ, അതായത് കോഴി, പൂവൻ കോഴി എന്ന് അർത്ഥമുണ്ട്. എന്തുവാ? പൂവൻ കോഴി എന്നും അർത്ഥമുണ്ട്. മൈറ്റി മാൻ, റിലീജിയസ് ലീഡർ എന്നും അർത്ഥമുണ്ട്. പ്രീസ്റ്റിനും അങ്ങനെ പറയും, ഗവാർ എന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ ഈ കൂകുന്നത് ഇപ്പൊ ട്രാൻസ്ലേറ്റേഴ്സ് വന്നപ്പോ എടാ പുരോഹിതം കൂവോ? കോഴിയല്ലേ കൂവത്തുള്ളൂ. അങ്ങനെയാണ് ഈ കോഴി അകത്ത് വന്നത്. ബൈബിളിൽ അങ്ങനെ കോഴി വന്നതെന്ന് ചോദിച്ചാൽ ഈ പത്രോസുമായിട്ട് കോഴിക്ക് ബന്ധം വന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റേഴ്സ് കാണിച്ച ഒരു മെനയാണ്. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് ഈ പ്രസംഗം ഒരിക്കൽ പ്രസംഗിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു അപ്പച്ചൻ പറയാം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങൾ കോഴി എന്നാണ് പറഞ്ഞത്, നീ അങ്ങനെ പറയണ്ട. ഞാൻ പറഞ്ഞ കോഴി എങ്കിൽ കോഴി, നിങ്ങൾക്ക് സൗകര്യമുണ്ട് വിശ്വസിക്കാൻ പറഞ്ഞു. എന്തോ കഷ്ടമെന്നറിയും. ഞാൻ ഇതുപോലെ കുറെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. കോഴി കൂവാന്ന്, കോഴി അല്ല അവിടെ. അങ്ങനെ ഇത് ഇടക്കേറി വന്ന് പറയാം. ഗവാർ എന്ന വാക്കിന്റെ അർത്ഥം പുരോഹിതൻ. യെരുശലേം ദേവാലയത്തിന്റെ ഒരു പുരോഹിതൻ. അദ്ദേഹം ആലയത്തിന്റെ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് വളരെ ഉച്ചത്തിൽ, നമ്മൾ ഇന്ന് വാങ്ക് വിളിക്കത്തില്ലേ, അതുപോലെ യഹോവ ഇസ്രായേലേ കേൾക്ക, യഹോവ നിങ്ങളുടെ ദൈവമാകുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം ഉറക്ക ഉച്ചത്തിൽ വിളിച്ചു പറയും, പുരോഹിതന്മാരെ ഉണരുക, ആലയത്തെ ശുദ്ധീകരിക്കുക, യാഗപീഠത്തെ ഒരുക്കുക, യാഗമൃഗത്തെ ഒരുക്കുക, ജനമേ എഴുന്നേൽക്കുക, യഹോവയെ ആരാധിപ്പാനായി ഉണരുക എന്ന് ജനത്തെ കൂകി ഉണർത്തുന്ന പുരോഹിതന്റെ പേരാണ് ഗവർ. ആ ഗവർനെയാണ് നമ്മുടെ മലയാളികളെല്ലാം കൂടെ ചേർന്ന് കോഴിയാക്കിയത്. എൻ്റെ ദൈവമേ, ദൈവം ക്ഷമിക്കട്ടെ. അത്രയും. ഞാനിത് പഠിച്ചത് എബ്രായിക് റൂട്ടിൽ നിന്ന്. ഞാൻ എബ്രായിക് റൂട്ട് സ്റ്റഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി അല്ല കേട്ടോ, കുറച്ച്, ഒരു 10% ചെയ്തു. 90% എനിക്കറിയത്തില്ല. ഞാൻ എബ്രായ പണ്ഡിതനുമല്ല, എനിക്ക് എബ്രായ ഭാഷ വായിക്കാനും അറിയത്തില്ല. എനിക്ക് ആകെപ്പാടെ അത് ആൽഫബറ്റ് പോലും കാണാൻ അറിയത്തില്ല. എനിക്ക് ആകെപ്പാടെ ഞാൻ ചെയ്യുന്നത് വേർഡ് സ്റ്റഡിയാണ്. ഇപ്പോൾ ബൈബിൾ ഹബ്ബൊക്കെ ഉപയോഗിച്ചും വേർഡ് സ്റ്റഡിയുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് വേർഡ് സ്റ്റഡി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ ഗ്രാമർ എന്താണെന്നും അതിൻ്റെ എറ്റിമോളജി എന്താണെന്നും അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നും അതിൻ്റെ റൂട്ട് വേർഡ് എന്താണെന്നും ഏൻഷ്യൻ്റ് ഹീബ്രുവിൽ വെച്ച് പഠിക്കുന്നുണ്ട്. അത് ഞാനിപ്പം സ്റ്റുഡൻറ്റ്. ഇവിടെ പറഞ്ഞ ഗവർ, മനുഷ്യനെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഗവർനെ, ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവർനെ, ഞാൻ മനുഷ്യനെ ഗവർനെ ആശ്രയിച്ചു, അതായത് മൈറ്റി മാനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടത്. ഇവിടെ മനുഷ്യൻ എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ലാസ്റ്റ് എന്ന് പറഞ്ഞ ആദാം എന്നാണ്. ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഗവർ, രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആദാം. അപ്പം ഗവർനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി. ഇപ്പൊ ജഡത്തെ തന്റെ ഭുജമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആദാം എന്ന വാക്കിന്റെ അർത്ഥം ഫിസിക്കൽ മാൻ, സാധാരണ മനുഷ്യൻ. ആരെ ആശ്രയിച്ചു? ഗവർനെ ആശ്രയിച്ചു, മൈറ്റി മനുഷ്യനെ ആശ്രയിച്ചു. ട്രസ്റ്റ് ചെയ്യുന്ന വാക്കിന്റെ അർത്ഥം ബറ്റാക്ക് എന്ന് പറയും. ബറ്റാക്ക് മീൻസ് വെൽഡ് യുവർ സെൽഫ് ടു സംതിങ് ഓർ സംവൺ. വെൽഡ് യുവർ പറഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്ത് ചേർക്കുന്നില്ലേ, ആശ്രയിക്കുന്ന വാക്കിന്റെ അർത്ഥം അതാ. ആ മൈറ്റി മാനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ വെൽഡ് യുവർ സെൽഫ് ടു സംവൺ ഓർ ദാറ്റ് മൈറ്റി മാൻ. ആ വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കേഴ്സ് ഈസ് അപ്പോൺ ദ മൈറ്റി മാൻ ഓർ ലീഡർ വിത്ത് വേൾഡ് ഹിംസെൽഫ് ടു ആദാം ദ ഫിസിക്കൽ മാൻ. പറഞ്ഞുതരാം, ഇച്ചിരി പാടാണ്. മൈറ്റി മാൻ, മനുഷ്യനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ മൈറ്റി മാൻ. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. To word use to something or someone, it is interesting. It is the one who is cursed. This the curse is upon a mighty man or leader, the one who willed himself to the physical man, Adam, അല്ലെങ്കിൽ human man, earthly man, Adam. ഇവിടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഈ ഇസ്രായേല് തങ്ങളുടെ കാര്യങ്ങൾ, തങ്ങള് ദൈവത്തെ ആശ്രയിക്കുന്ന പകരം അഷേറായെയും ബാലിനെയും ഒക്കെ ആശ്രയിച്ച് തങ്ങളുടെ സമ്പത്തിൽ നിഗളിച്ച് ദേവാലയത്തിൽ പ്രശംസിച്ച് ജീവിക്കുന്ന ഒരു കാലമാണ് ജെറേമിയാവ് ബാബിലോണിലേക്ക് ഇവരെ നാട് കടത്തും, അല്ലെങ്കിൽ ഇവർ പ്രവാസികളായിട്ട് പോകും എന്ന് പറയുന്ന ഒരു സമയത്തേക്ക് വന്നിരിക്കുക. ഇറ്റ്സ് വെരി ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. അപ്പം ഇവർ ദേ ആർ ട്രസ്റ്റിംഗ് ഓൺ ദെയർ മണി, ദേ ആർ ട്രസ്റ്റിംഗ് ഓൺ ദ ലീഡർ, ദേ ആർ ട്രസ്റ്റിംഗ് ഓൺ ദ ഹൈ പ്രീസ്റ്റ്, ദേ ആർ ട്രസ്റ്റിംഗ് ഓൺ ദ ടെമ്പിൾ, and they are trusting for their own
upon their own riches. ഇതെല്ലാം അവരുടെ മേലെ ഇരിക്കുന്ന സമയത്ത് പറയുകയാണ്, ഇങ്ങനെ ഈ ട്രസ്റ്റ് എന്തുമായിട്ട് ഇവർ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്? മനുഷ്യന്റെ എന്ന് പറഞ്ഞ മനുഷ്യനെ ആശ്രയിച്ചിട്ട് ജഡത്തെ തന്റെ ഭുജമാക്കി. ജഡം എന്ന വാക്കിന് ബസാർ എന്ന വാക്കുണ്ട്. ബസാർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മാൻ എന്ന് വേണമെങ്കിൽ പറയാം. ജഡത്തെ തന്റെ ഭുജമാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആലോചനയെ തങ്ങളുടെ ശക്തിയാക്കി. ഈ ആം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡ് സറ എന്ന് പറയാം. സറ മീൻസ് അതിന്റെ പ്രൈമറി മീനിങ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് നറിഷ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഭുജം ഇങ്ങനെ വേണേൽ പറയാൻ പറ്റും. തങ്ങളുടെ കൈയെ, അല്ലെങ്കിൽ കൈ എന്ന് പറയുന്നത് സപ്പോർട്ട്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് നറിഷ്മെന്റ്. ജഡം എന്ന് പറയുമ്പോൾ എന്താ പറയുക? ബസാർ മീൻസ് ഹ്യൂമൻ കൗൺസിലിംഗ് ഓർ ഹ്യൂമൻ സപ്പോർട്ട്, അല്ലെങ്കിൽ മാനുഷികമായ റീസൺസ്, പവർ, ഇൻഫ്ലുവൻസിന് എല്ലാത്തിനും എന്ത് പറയുന്നുണ്ട്? ഈ ബസാർ എന്ന വാക്കോട് ജഡം, ഹ്യൂമൻ സപ്പോർട്ട്. അപ്പൊ സപ്പോർട്ടിനെ ആശ്രയിച്ച്, അല്ലെങ്കിൽ മാനുഷികമായ കൗൺസിൽ ആശ്രയിച്ച് മനുഷ്യനുമായിട്ട് ഈ വലിയ വലിയ ലീഡേഴ്സിനെ, മൈറ്റി മാനെയൊക്കെ എന്ത് ചെയ്തു? അതുമായിട്ട് വെൽഡ് ചെയ്തിരിക്കുന്ന സാധാരണ മനുഷ്യനായ ആദം എന്താണ്? ശപിക്കപ്പെട്ടവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, glory to God. The one who trusts in human flesh. ഞാൻ എങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരട്ടെ. അതായത് ദൈവാശ്രയത്തിൽ നിന്ന് മനുഷ്യാശ്രയത്തിലേക്ക് പോയി, ദൈവിക ആലോചനയിൽ നിന്ന് മനുഷ്യ ആലോചനയിലേക്ക് പോയി, ദൈവത്തിന്റെ നന്മയിലുള്ള സെക്യൂരിറ്റിയിൽ നിന്ന് മാനുഷികമായ സെക്യൂരിറ്റിയിലേക്ക് പോകുന്നവൻ ശപിക്കപ്പെട്ടു. ദാറ്റ് ഈസ് കഴ്സ്. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു സേ. വാട്ട് ഈസ് കഴ്സ്? God's favor, God's protection and God's blessings. ഇതിൽ നിന്ന് എന്നിട്ട് മാനുഷിക ബലം, മാനുഷിക കൗൺസിൽ, മാനുഷികമായ സപ്പോർട്ട്, മാനുഷികമായ സെക്യൂരിറ്റി, അതിലേക്ക് പോകുന്നവൻ കഴ്സ്ഡ് ആണ്. ദാറ്റ്സ് ദ ബൈബിൾ. ഓക്കെ, ഇതാണ് കഴ്സ്. ആദം വാസ് നോട്ട് കഴ്സ്ഡ്, കായൻ വാസ് കഴ്സ്ഡ് ബിക്കോസ് അവന്റെ പാപം, അവന്റെ ആകൃത്യം മറ്റൊരാൾക്ക് ശക്തമായ വേദന ഉണ്ട്, മരണഹേതുവായി മാറി. ദാറ്റ് ഈസ് കഴ്സ്. അപ്പൊ കഴ്സ് വരാനുള്ള റീസൺ, നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങളുടെ കഴ്സ് നിങ്ങളുടെ മേൽ വരത്തില്ല. ഞാനീ പറഞ്ഞ് ശ്രദ്ധിക്കണം. കഴ്സ് വിൽ നെവർ കം അപ്പോൺ യു. ആദമിന്റെ ശാപം, ആദമിൽ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഒരു മക്കളിലേക്കും വന്നിട്ടില്ല. കാരണം ആദാമിന്റെ മകനായ ആബേൽ ആദ്യത്തെ പ്രവാചകനായിരുന്നു, നീതിമാൻ എന്ന സാക്ഷി ലഭിച്ചു. ആദാമിന്റെ ശാപം, ആദാമിന്റെ കുറ്റം കായേന്റെ മേലുമില്ല, ആബേലിന്റെ മേലുമില്ല. പക്ഷെ കായേൻ പാപത്തിന്റെ വഴിയെ തിരഞ്ഞെടുത്തു, പാപത്തെ ജയിച്ചില്ല. ഒരു അർത്ഥത്തിൽ, ഒരു ഫ്രെയിമിൽ പറഞ്ഞാൽ, കായനോട് ദൈവം പറഞ്ഞുകൊണ്ട് പാപം വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ കീഴടക്കണം എന്ന് പറയാം. പാപത്തെ നീ കീഴടക്കണം. അത് ഒരു വശം, മറു സൈഡിൽ പാപയാഗമാണ്. രണ്ടർത്ഥമുണ്ട്, രണ്ടല്ല പല അർത്ഥങ്ങളുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കേഴ്സും ഒരു പാപവും മറ്റൊരാളിലേക്ക് കൈമാറുന്നില്ലെങ്കിൽ ഒരു ശാപവും മറ്റൊരാളിലേക്ക് കൈമാറുന്നില്ല. അപ്പൊ ജനറേഷണൽ കേഴ്സ് എന്ന് പറയുന്ന ഒന്ന് ബൈബിളിലില്ല. അപ്പൊ വാക്യങ്ങൾ എടുത്തുകൊണ്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. ഏത് വാക്യം എടുത്താലും നമുക്കതിന് മറുപടി കൃത്യമായി ബൈബിൾ വെച്ച് ഞാൻ വ്യാഖ്യാനിക്കത്തും. 20-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ആദ്യമായിട്ട് ഇവരോട് പറയുന്നത്, ഇസ്രായേലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഞാനല്ലാതെ വേറൊരു വിഗ്രഹത്തെ, ദൈവമില്ല, മറ്റൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. എന്നിട്ട് ദൈവമായ യഹോവ പറയാണ്, ഞാൻ തീക്ഷ്ണ ദൈവമാണ്, എന്നെ പഹിക്കുന്നവരിലും, 5-ാം വാക്യം, എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വേഴ്സ്? ഇതേപോലെ തന്നെ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും ദൈവം 1000 ദയ കാണിക്കും, അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയിൽ സന്ദർശിക്കുമെന്ന് ദൈവം കൃത്യമായ നിലയിൽ അവിടെയും പറയും. അപ്പൊ ഇത് കഴ്സാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? അടുത്ത വാക്യം നോക്കിയേ. അതുകൊണ്ട് നിർത്തരുത്, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. എന്തായിരിക്കും അതിന്റെ അർത്ഥം?
പ്രമാണിക്കുന്നവർക്ക്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവന്റെ തലമുറയ്ക്കെന്നല്ല എഴുതിയിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കും. അപ്പൊ സ്നേഹിച്ചാൽ ദയ കാണിക്കും, പകച്ചാൽ എന്ത് ചെയ്യും? അവരുടെ മേൽ അകൃത്യം കണക്കിടും. ഇപ്പൊ എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരപ്പൻ തെറ്റ് ചെയ്തു, അവന്റെ മകൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, അവനെ എങ്ങനെ ക്ഷമിക്കും? അല്ലെ അവന്റെ മേലെ എങ്ങനെ അകൃത്യം കണക്കിടും? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദയ കാണിക്കും താഴെ എഴുതിയിട്ടുണ്ട്. തെറ്റ് ചെയ്തൊരു അപ്പന്റെ മകനായി ജനിച്ചത് കൊണ്ട് ആ അപ്പന്റെ ശാപം മകന്റെ മേൽ വരേണ്ട കാര്യമില്ല. കാരണം ആവർത്തന പുസ്തകത്തിൽ ഇതേ മോശ തന്നെ എഴുതി വെച്ചിരിക്കുന്നു, 24-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ. ആവർത്തനം 24-ന്റെ-16 ഇങ്ങനെയാണ് പറയുന്നത്: അപ്പന്റെ ശിക്ഷ മകനോ മകന്റെ ശിക്ഷ അപ്പനോ ഏൽക്കേണ്ട ആവശ്യമില്ല, മരിക്കേണ്ട ആവശ്യമില്ല. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താന്താന്റെ പാപത്തിന് താന്താൻ മരണശിക്ഷ അനുഭവിക്കണം. എന്താ പറയുക? ഒരുത്തൻ തെറ്റ് ചെയ്താൽ അവന് മാത്രമേ ഉള്ളൂ ശിക്ഷ, അവന്റെ ശിക്ഷ അവന്റെ മക്കളുടെ മേൽ വരാം. അങ്ങനെയാണെങ്കിൽ 3-4 തലമുറ മേൽ ദൈവം അകൃത്യം കടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മക്കൾ അപ്പന്റെ പാത പിന്തുടർന്നു, ആ പാത അവന്റെ മക്കൾ പിന്തുടർന്നു, മക്കളുടെ മക്കൾ പിന്തുടർന്നു. ആ ജനറേഷനിൽ എന്ത് വരിക? ദൈവം അകൃത്യത്തെ കണക്കിടുക, ശിക്ഷയ്ക്ക് കാരണമായി മാറും. ബൈബിൾ പരസ്പര വിരുദ്ധമായ ഒരു പുസ്തകമല്ല. ബൈബിളിൽ പരസ്പരമായ വൈരുദ്ധ്യമില്ല, കൃത്യമാണ്. നമുക്കത് ഭാഷയിൽ വിവർത്തനങ്ങളിൽ തോന്നിയാലും ആഴമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിൽ വേദപുസ്തകത്തിൽ വൈരുദ്ധ്യമില്ല. ദർ ആർ പാരഡോക്സ് ഉണ്ട്, വൈരുദ്ധ്യം പോലെ നമുക്ക് തോന്നുന്ന ചില കാര്യമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോ കോൺട്രഡിക്ഷൻ ഇൻ ദ സ്ക്രിപ്ചേഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ്സ് ഇൻസ്പേർഡ് വേർഡ്. ഓക്കെ, നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. ഈ ജനറേഷനിൽ എന്തില്ല? ഒരു ശാപം മറ്റൊരാളിലേക്ക് വരത്തില്ല. അപ്പോൾ തന്നെ ജനറേഷണൽ കേഴ്സ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ പഠനമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എനിക്കറിയാം ഇത് പലർക്കും വേദന കൊണ്ടുവരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് ദേഷിക്കാൻ കാരണമാവും. അതിനെ സ്നേഹിക്കുന്നവർ പോലും ഇനി പേർക്കും കാരണം അപ്പം നമുക്ക് വിരുദ്ധം. ഞാൻ ആർക്കും വിരുദ്ധമല്ല, പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും നല്ലവരാണ്. ഞാൻ എപ്പോഴും ദേവദാസന്മാരായാലും ആരായാലും വചനം മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ ഡെയിലി ബൈബിൾ പഠിക്കണം. നിങ്ങളെയൊക്കെ എനിക്ക് സ്നേഹമാണ്, പക്ഷേ വഞ്ചിക്കരുത്, ജനത്തെ ചതിക്കരുത്. നമ്മൾ വഞ്ചന പാടില്ല. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 18-19 വാക്യം, അവന്റെ അപ്പനോ, അതായത് 17-ാം വാക്യം, അന്യായം ചെയ്യുക, പണം കൈവശം വെച്ചുകൊണ്ടിരിക്കുക, പിടിച്ചു പറിക്കുക എന്നിവയൊക്കെയും ചെയ്യാതെ വിശപ്പുള്ളവന് അപ്പം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും പലിശയും ലാഭവും വാങ്ങാതിരിക്കുകയും എൻ്റെ വിധികളെ നടത്തി എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവൻ അപ്പൻ്റെ അകൃത്യ നിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും. നല്ലത് ചെയ്യുന്ന ജീവിച്ചിരിക്കുമെന്ന്. അപ്പൻ ചെയ്ത അകൃത്യം കൊണ്ട് മരിക്കത്തില്ല. അവൻ്റെ അപ്പനോ ക്രൂരപീഡനം ചെയ്തു, സഹോദരനോട് പിടിച്ചു പറിച്ചു, തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ കൊള്ളരാത്തത് പ്രവർത്തിച്ചതുകൊണ്ട് അവൻ്റെ അകൃത്യത്താൽ മരിക്കും. എന്നാൽ മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. എസെക്കിയേൽ ചോദിക്കും, മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ചോദിക്കുവല്ല, എൻ്റെ പൊന്ന് എസെക്കിയേലെ, പഠിപ്പിക്കുന്നു, യോഗങ്ങൾ നടത്തുന്നു. ചെന്നൈയിലും ബാംഗ്ലൂരും കോട്ടയത്തും കൊല്ലത്തും തിരുവല്ലായിലും എല്ലാം ചോദിക്കല്ല, പഠിപ്പിക്കുന്നു. എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അപ്പൻ്റെ അകൃത്യം മക്കളുടെ തലയിൽ വന്ന് നിൽക്കുന്നു, അത് പൊട്ടിക്കുന്നു. ഇങ്ങനെ പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചോദിക്കുവല്ല എൻ്റെ പൊന്നു ചേട്ടായി, ഇവിടെ അടിച്ചു പൊളിച്ചത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഡൈനാമിറ്റ് ഒക്കെ വെച്ചാ ബ്രേക്ക് ചെയ്യുന്നത്. ശാപം, പാറ പൊട്ടിക്കുന്ന മറ്റേ മരുന്നൊക്കെ വെച്ച്. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിട്ടുണ്ട്, ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്ന ബൈബിൾ. ഈ ബൈബിൾ ഒരിടത്ത് ഒരെണ്ണം മറ്റിടത്ത് മറ്റൊന്നും പറയത്തില്ല. ഓരോ സമയത്ത് ഓരോന്നും പറയത്തില്ല. മനുഷ്യർ പറയും, ദൈവത്തിന് അതിനും പറയത്തില്ല. ബൈബിളിൽ ഓതാൻ പറഞ്ഞാൽ ഫുൾ ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഞാൻ തികഞ്ഞവനല്ല, ഞാൻ ഓപ്പണായിട്ട് പറയുന്നു. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ബൈബിൾ സുവിശേഷം പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ബൈബിൾ പോലും എനിക്കറിയത്തില്ല. കുറച്ചൊക്കെ അറിയാം, വായിച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്കിപ്പോൾ വിഷമമുണ്ട്. കാരണം ബൈബിൾ പഠിക്കാതെ ഒരാൾ, വേദപുസ്തകം പഠിക്കാതെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയാൽ വ്യാജ ഡോക്ടറുടെ പണിയാണ് നമ്മൾ ചെയ്യുന്നത്.
MBBS പഠിക്കാൻ പോയിട്ട് ആദ്യത്തെ വർഷം തന്നെ കുത്താനൊക്കെ പഠിച്ച് ഇഞ്ചക്ഷൻ പഠിപ്പിക്കാൻ എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആ സിലബസ് ഒന്നും എനിക്കറിയത്തില്ല. കുറച്ച് കാര്യമൊക്കെ പഠിച്ചു, അനാട്ടമി പഠിച്ചു, ഫിസിയോളജി പഠിച്ചു, ഇതൊക്കെ പഠിച്ചിട്ട് ഉടനെ ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി ഡോക്ടറിന്റെ പണി ചെയ്യും ഇല്ല. പഠിച്ചു കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസും കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ എന്തോ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, മെഡിക്കൽ അവരെ പ്രാക്ടീഷണർ എന്നാണ് വിളിക്കുന്നത്. അവർ ഒരു ഡോക്ടർ ജീവിതകാലം മൊത്തം പ്രാക്ടീസ് ചെയ്യുക, എന്തോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അപ്ഡേറ്റ് ചെയ്യാത്തവന്മാരാണ് പൊട്ടന്മാരായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നത്. ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? എല്ലാ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു, അവരുടെ അനലൈസിസ് വരുന്നു, അതിന്റെ സയന്റിഫിക് റിസർച്ച് വരുന്നു. എ ഡോക്ടർ ഈസ് എ സ്റ്റുഡന്റ് സ്റ്റിൽ ഹി ഡൈ. സെയിം വേ മാൻ ഓഫ് ഗോഡ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അല്ലാതെ ഈ ബ്രദറങ്കാർ എഴുതിയേക്കുന്ന സങ്കീർത്തന ഭാഷ്യം വായിച്ചു വെച്ചിട്ട് ഞായറാഴ്ച ജനത്തെ കളിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഈ പോട്ടക്കളി അങ്ങ് നിർത്തണം. ബൈബിൾ പഠിച്ചിട്ട്, അല്ലെങ്കിൽ നീയൊക്കെ വ്യാജ ഡോക്ടർ, ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചോട്ടെ, ഒരു വ്യാജ ഡോക്ടറെ അടുക്ക് പോയി നമ്മുടെ ശരീരം കാണിച്ച് നമ്മൾ മരുന്ന് വാങ്ങിക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ ആത്മീയ വിഷയത്തിനകത്ത് പുസ്തകം പഠിക്കാത്ത ഈ പൊട്ടന്മാരുടെ അടുത്ത് നിങ്ങൾ എന്തിനാ പോകുന്നത്? തിരുവെഴുത്ത് അറിയാവുന്ന ദൈവദാസന്മാരുണ്ട്, അവിടെ പോയി പഠിക്കും. നിങ്ങളുടെ ആയുസ്, നിങ്ങളുടെ പ്രാണനേക്കാൾ വലുതാണ് നിങ്ങളുടെ ആത്മാവിന്റെ വില. അരമുറി വാക്യം വെച്ചുകൊണ്ട് ഓരോ കഥ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. കഴ്സ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. ഇവരെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഫോളോ ചെയ്യുന്നത്. എവിടെയാ കഴ്സ്? എവിടെയാണ് കഴ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമാറുന്ന ബൈബിളിൽ എഴുതിക്കുന്നത്? എവിടെ? ഷോ മീ എ സിംഗിൾ വേർഡ്. അത് ഡെറിക് പ്രിൻസ് പറഞ്ഞു. ഡെറിക് പ്രിൻസ് എന്ത് പൊട്ടത്തരം പറയാം നമ്മൾ. ഹൂ കെയർസ് ഡെറിക് പ്രിൻസ്? ഹി മേ ബി എ ഗ്രേറ്റ് മാൻ. I don't want to follow that man. I want to follow Jesus and his scripture. അദ്ദേഹം ആരും ആയിക്കോട്ടെ, അദ്ദേഹമാണോ നമ്മളെ. എല്ലാവർക്കും വെളിപ്പാട് കിട്ടും, പക്ഷെ എല്ലാവരും വെളിപ്പാടിനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബോധിച്ചതുപോലെ എഴുതുന്നുണ്ട്. അങ്ങനല്ല. we need to check the word where it is in the Bible. ഒന്നുകൂടെ പറയാം. പാപം എന്ന് പറഞ്ഞാൽ ആദാമിന്റെ കുടുംബത്തിൽ ജനിച്ചിട്ട് ബ്ലഡിലൂടെ വരുന്നതല്ല പാപം. നമ്മൾ പഠിപ്പിച്ച ബ്ലഡ്, അവന്റെ ബ്ലഡ് പിന്നെ ഒന്ന് ബ്ലഡിലൂടെ ജീവൻ പോകുന്ന, പാപം പോകുന്നതല്ല. രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നത്, അല്ല രക്തത്തിലല്ലോ പാപം ഇരിക്കുന്നതല്ല. There is no transfer of sin through the blood. It is absolutely wrong teaching in the Christendom today. It was born in Catholic Church. റോമൻ ചർച്ചിൽ ആരംഭിച്ച ഒരു പോഷ്കാണത്. It's not true. ജനറേഷണൽ കേഴ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ ന്യൂ ജനറേഷൻ സഭക്കാരുണ്ടാക്കി വെച്ചേക്കുന്ന അടുത്ത കുടില തന്ത്രമാണ്, കപടമായ തട്ടിപ്പാണ്, കബളിപ്പീരാണ്. നാണമില്ലേ നിങ്ങൾക്ക്? യേശു ക്രിസ്തുവിൽ ജനിച്ച ദൈവത്തിൽ നിന്ന് പറന്ന ഒരു ദൈവ പൈതന് ശാപമുണ്ടെന്ന് പറയാൻ നാണമില്ലേ? നാണമില്ലേ? നിങ്ങൾ വലിയ പ്രവാചക അപ്പോസ്തല ശ്രേഷ്ഠനായിരിക്കാം, ബട്ട് യു ആർ റോങ്. യു ആർ ചീറ്റിംഗ് പീപ്പിൾ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. സകലതും പുതുതായിരിക്കുന്നു. There's no curse in new creation, because curse is the breaking of law. Come on. Curse വരുന്ന എപ്പോഴാ? ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാ. അക്കോർഡിംഗ് ടു ഡ്യൂട്രോണമി ചാപ്റ്റർ 28. എന്റെ കൽപ്പനകളും വിധികളും പ്രമാണങ്ങളും അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ ശാപം. Curse is the reason for breaking law. ലോ ബ്രേക്ക് ചെയ്തത് കൊണ്ടാണ് കേഴ്സ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്തോന്ന് വെച്ചാണ് ഈ കേഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്? എന്ത് വെച്ച് നിങ്ങൾ കേഴ്സിനെ ബ്രേക്ക് ചെയ്യും? The cause of every curse is the breaking of law. How can you break that curse? Are you using hammer? In the name of Jesus, I break it. Stupidity. ബൈബിൾ വായിക്കാത്ത പൊട്ടന്മാർ പറയത്തില്ല, ബ്രില്യൻ പീപ്പിൾ ആണ്. ദേ ആർ ബ്രില്യൻറ്റ്. നമ്മുടെ തമിഴ്നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, പഠിച്ച മുട്ടാൾ. നല്ല പഠിപ്പുണ്ട്, പക്ഷെ മന്ദബുദ്ധി. എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, മന്ദബുദ്ധികൾ, ബൈബിളിന്റെ മുമ്പിൽ പൊട്ടൻ. ഒരുത്തനെങ്കിലും എഴുന്നേറ്റ് ചോദിച്ചുകൂടായിരുന്നു, ഇവിടെ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാ, എൻ്റെ മേലെ ശാപമില്ലെന്ന്.
അടിമകളല്ലേ, അടിമകൾ, മതത്തിന്റെ അടിമകൾ. എനിക്ക് ഒരാളെയും പേടിയില്ല. ഐ റെസ്പെക്ട് എവറി വൺ. ഐ ബിലീവ് ഇൻ ഗോഡ്. ഐ എം എ ടീച്ചർ. ഐ എം കോൾഡ് ബൈ ഗോഡ്. ഐ നോ ഇറ്റ് വെൽ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതെന്റെ കൺഫെഷൻ. ദൈവം എന്നെ വചനം പഠിപ്പിക്കാൻ വിട്ടതാണ്. ഈ ദൈവസഭയ്ക്കകത്തുള്ള ഈ അഴുക്കും മാലിന്യത്തെ എടുത്ത് ദൂരെ എറിയാൻ വേണ്ടി കർത്താവിനെ വിളിച്ചത്. ഐ നോ ഇറ്റ്. ദാറ്റ്സ് മൈ കോളിംഗ്. അപ്പൊ കേഴ്സ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അബോമിനേഷൻ ഇൻ ദ ചർച്ച്. അതായത് ജനങ്ങളിൽ ശാപമുണ്ട്, ജനങ്ങൾ ശാപത്തിന്റെ കീഴിലാണ്, ജനത്തിന്റെ മേൽ ശാപ ഇരിപ്പുണ്ട്, അത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്, തുടർമാനമാവാൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ അബോമിനേഷൻ. അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത ചർച്ചിലെ. ന്യൂ ടെസ്റ്റമെന്റ് വേണ്ടി ഞാൻ പറയും, അക്കോർഡിംഗ് ടു ദ ബൈബിളിന്റെ പ്രമാണം വെച്ച് എന്താണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛം എന്നൊക്കെ പറഞ്ഞാൽ വി വിൽ ലേൺ ഇറ്റ് ലേറ്റർ. അത് ഞാൻ പിന്നെ പറയാം. അതിനകത്ത് ട്രൂത്ത് ഉണ്ട്. നമ്മളെ പറയുന്നത് എന്തോ അന്തിക്രിസ്തു വന്നിട്ട് അതിന്റെ പുറത്തിരിക്കുന്നതല്ല ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ഇതുപോലെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചിനകത്ത് കൊണ്ട് സ്ഥാപിച്ചു വെച്ചേക്കുക. 1000 10,000 പേര് യുവർ അണ്ടർ കേഴ്സ്. നിങ്ങളുടെ അപ്പച്ചനും വലിയപ്പച്ചനും ചെയ്തതെല്ലാം നിന്റെ മേലുണ്ട്. എൻ്റെ ബൈബിളിൽ എഴുതിയേക്കുന്നത് അപ്പൻ ചെയ്തത് മക്കൾക്ക് ശിക്ഷ അനുഭവിക്കത്തില്ലെന്ന്. അപ്പൻ പച്ചമുന്തിരി എന്നാൽ മക്കളുടെ പല്ല് പുളിക്കത്തില്ലെന്ന്. ഇറ്റ്സ് ഓൾറെഡി ഡൺ. ദർ ഇസ് നോ കേഴ്സ് ഇൻ ദ ന്യൂ ക്രിയേഷൻ. ദർ ഇസ് നോ കേഴ്സ് ഇൻ ന്യൂ കവനന്റ്. ദർ ഇസ് നോ കേഴ്സ് ഇൻ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. അക്കോർഡിംഗ് ടു ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 3 എന്താ പറയുന്നത്? ഇനി ശാപം ഉണ്ടാകുകയില്ല. ദർ ഇസ് നോ കേഴ്സ്. ബിക്കോസ് വേർ ദർ ഇസ് ലോ ദർ ഇസ് കേഴ്സ്. ആദാമിനെ എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ കായനെ ശപിച്ചു? ബിക്കോസ് ഹി ബ്രോക്ക് ദ ലോ. ബിക്കോസ് ദ ലോ വാസ് ദേർ. ആദാമിനാണ് ഫസ്റ്റ് ലോ കിട്ടിയത്, തിന്നരുത്, തിരുനാളി മരിക്കും. പിന്നെ ഒരു കാര്യം പറയാം, ആദമിന്റെ എന്താ ശപിക്കാഞ്ഞെന്ന് അറിയോ? ആദം ചെയ്ത തെറ്റുകൊണ്ട് ആർക്കും ദോഷം വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ തിയോളജി എല്ലാം പൊളിയും. നിങ്ങൾ പൊളിക്കത്തില്ല. എന്നെ പൊളിക്കാൻ വരത്തേ ഉള്ളൂ. നിങ്ങൾ ആദമ് തെറ്റ് ചെയ്തുകൊണ്ട് ലോകത്തൊന്നും സംഭവിച്ചിട്ടില്ല. ആദമിന്റെ ലംഘനത്താൽ സകല മനുഷ്യരിലേക്കും പാപം പ്രവേശിച്ചെന്ന് എങ്ങനെ വന്നേ? ആദം ഓപ്പൺ ദ വേ ടു ഡു സിൻ. ഇത്രേ ഉള്ളൂ. അല്ലാതെ ആദം ചെയ്തുകൊണ്ട് ആ ബ്ലഡിൽ ജനിച്ചവരെല്ലാം ഭാവിയായിട്ട് ജനിച്ചതല്ല. നോ. ഭൂമിയിൽ ഒരു മനുഷ്യനും ഭാവിയായിട്ടല്ല ജനിക്കുന്നത്. ഭൂമിയിൽ എല്ലാ മനുഷ്യനും മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത്. ഭൂമിയിൽ എല്ലാ മനുഷ്യനും പാപിയായിട്ട് ജനിക്കുന്നു പറഞ്ഞാൽ ഇവിടുത്തെ അച്ഛന്മാരും പുരോഹിതന്മാരും പാസ്റ്റർമാരും സുവിശേഷകന്മാരും ജനങ്ങളുടെ മണ്ട ഇട്ടിരിക്കുന്ന ചാപ്പയാണ്. നൺ ഓഫ് ദിസ് മാൻ, ഒരു ഒറ്റ മനുഷ്യൻ പോലും പാപിയായിട്ടല്ല ജനിക്കുന്നത്. അവർ മനുഷ്യരായിട്ടാണ് ജനിക്കുന്നത്. അവന്റെ വളർച്ചയിലാണ് പാപം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നന്മ തിന്മകളെ തിരിച്ചറിയുന്ന കാലം വരുന്നതായിരിക്കും. യേശുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ജനിച്ചപ്പോഴേ നന്മയും തിന്മയും കൂടെ അറിയാനുള്ള കഴിവും കൊണ്ടല്ല ജനിച്ചത്. ആ പ്രായത്തിലെ അത് അറിയത്തുപോലും. അപ്പോൾ വേണം പറയും പ്രായത്തിലെ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. അങ്ങനൊന്നും അല്ല. ഒരു ശിശുവും പാപിയല്ല. ഒരു ശിശുവും നരകത്തിൽ പോകുന്നവരുമല്ല. ഒരു ശിശുവും നശിച്ചു പോകുന്നവരുമല്ല. എല്ലാ ശിശുവും നിഷ്കളങ്കരാണ്. ഇത് മനസ്സിലാക്കാൻ. മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് അവൻ പാപിയായി മാറിയത്. തെറ്റ് ചെയ്തുകൊണ്ടാണ് പാപി, അല്ലാതെ പാപിയായി ജനിച്ചതുകൊണ്ടല്ല. ആദം പാപത്തിന്റെ വഴി തുറന്നിട്ട് കൊടുത്തു, യേശു നീതിയുടെ വഴി തുറന്നിട്ട് കൊടുത്തു നിത്യജീവനിലേക്ക്. ഇതാണ് സംഭവിച്ചത്. ഒടുക്കത്തെ ആദാം, ഒന്നാമത്തെ ആദാം. ഓക്കെ. അപ്പൊ ഒരു ശാപവും അടുത്തവരിൽ നിന്ന് അടുത്തവരിലേക്ക് പോകുന്നില്ല. പിന്നെ ശാപം ആരുടെ പൊക്കൊണ്ടിരുന്നത്? അല്ലെങ്കിൽ അത് ദൈവത്തെ വെറുക്കുന്നവരുടെ മേൽ 3 4 തലമുറ ചോദിക്കും. വെറുക്കുന്നവർ, ഹേറ്റ് ചെയ്യുന്നവർ. സ്നേഹിക്കുന്നവർക്കോ ദയ കാണിക്കും. ദാറ്റ്സ് എ ഫേവർ ഓഫ് ഗോഡ്. ഞാൻ വാക്കുകൾ വിരാമമിടാം. മറക്കരുത്, ജനറേഷണൽ കേഴ്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ, മനുഷ്യരെ കുറച്ചും കൂടെ ദ്രവ്യാഗ്രഹികളാക്കാൻ, അത്യാഗ്രഹികളാക്കാൻ നമ്മുടെ ആളുകൾ പടച്ചു വെച്ചിരിക്കുന്ന ശക്തമായ ഒരു ദുരുപദേശം. ദുരുപദേശം എന്ന് ഞാൻ പറയുന്നില്ല, അത് ഉപദേശമൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു വഞ്ചനയാണ്. ദാറ്റ്സ് നോട്ട് റിയാലിറ്റി. ദാറ്റ്സ് നോ റിയാലിറ്റി ഇൻ കഴ്സ്. Because we are not under curse, we are under the blessings of God. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നോ കഴ്സ്. അതുകൊണ്ട് കഴ്സ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഭൂലോക തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമമിടുന്നു. ഇത് കൂടുതൽ എനിക്ക് പറയാൻ അറിയത്തില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ന്യൂ ജനറേഷനിലെ ആരെന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല. ഐ ഡോണ്ട് കെയർ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. ഐ എം അലോൺ. ഐ എം അലോൺ ഹിയർ ടീച്ചിങ് ദ ട്രൂത്ത് ആൻഡ് പ്യൂരിഫൈങ് ദ ചർച്ച്. ദാറ്റ്സ് മൈ കോളിംഗ്. ഐ എം വെരി മച്ച് കമ്മിറ്റഡ് ടു ദാറ്റ് കോളിംഗ്. വാട്ട് എവർ ഹാപ്പൻസ്, എന്ത് നഷ്ടം വന്നാലും, ആരുപേക്ഷിച്ചാലും, എന്ത് കാര്യം പറഞ്ഞാലും, എന്നെക്കുറിച്ച് എന്ത് അപവാദം പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ദൈവം നീതീകരിച്ചവനെ ആർക്കും കുറ്റമേരിക്കാൻ പറ്റില്ല. ഐ എം ജസ്റ്റിഫൈഡ് ബൈ ഗോഡ്.
I have the righteousness of God. Christ is the righteousness in me. So get away from that wrong perception, teachings. It will make you more condemnation. It will make you more condemnated. നിന്നെ വീണ്ടും ആ ബോധത്തിലാണ് നടത്തുന്നത്. That's why in the church, the people are not celebrating the freedom of Christ. They're living in the condemnation. കർത്താവ് വന്നാൽ പോമോ, പോകത്തില്ലയോ, എടുക്കപ്പെടത്തില്ലയോ, രക്ഷ നഷ്ടപ്പെടുമോ? There is no certainty in the churches today. എല്ലാം ഊടായ്പ. പോകത്തില്ല, എടുക്കപ്പെടത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല. പിന്നെ എന്തിനാണോ ഈ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ വന്ന് ഈ പള്ളിക്കകത്ത് കുത്തിയിരിക്കുന്നത്? ഉപദേശി വാ തുറന്നാ പറയുന്നത് നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. വേറെ ഉപദേശിക്കുന്ന സ്വർഗത്തിൽ പോകാൻ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എവിടെയെങ്കിലും നിങ്ങളൊന്ന് ഉറയ്ക്കും. സാൽവേഷനിൽ ഉറപ്പുണ്ടോ? ആർക്കറിയാം? രക്ഷ കിട്ടിയോ? ആർക്കറിയാം? കർത്താവ് വരുമോ? ആർക്കറിയാം? എന്തെങ്കിലും വന്നാൽ മതിയെന്ന് ഇപ്പം പറയുന്നത്. സോ അതുകൊണ്ട് ജനറേഷണൽ കേഴ്സ് എന്ന് പറയുന്നത് ഒരു ജനറേഷണൽ കേഴ്സാണ്. I want to tell you, generational curse, the teaching of generational curse is a curse to the new covenant church. Beware. ഞാൻ പറയല്ല, കർത്താവ് നിങ്ങളോട് തിരുവെഴുത്തിൽ നിന്ന് പറയുന്നത് മനസ്സിലാക്കുക, ചെവിയുള്ളവൻ കേൾക്കുക. God bless you.